ഈ ഭൂമിയിൽ നിന്ന്, ഈ മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയിറക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വന്ന പാർട്ടിയുടെ പേരല്ലേ മുസ്ലിം ലീഗ്? അത് മാത്രമാണോ? ഞങ്ങളുടെ വാദപ്രതിവാദം മാത്രമാണോ? മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കൽ മാത്രമാണോ? ഇന്ത്യയുടെ പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതി അതിന്റെ പരമാധികാര സഭയ്ക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് ഒരു ഹർജി കൊടുത്തപ്പോ ആ ഹർജിയിൽ കൃത്യമായി പറഞ്ഞില്ലേ, മുനമ്പത്തെ വിഷയം പരിഹരിക്കുന്ന കൂടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്? ഇത് വളരെ കസരത്ത് മാത്രമാണോ? സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ലീഗ് പറഞ്ഞില്ലേ? ആ ലീഗിനെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ആർഎസ്എസിനെ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം അവർ മുസ്ലിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടും, പിന്നെ അവർ ക്രൈസ്തവർക്ക് നേരെ കൈ ചൂണ്ടും എന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ, വൈദികർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടത്തുകയായിരുന്നു സംഘപരിവാരങ്ങൾ. തൃശ്ശൂരുകാരനായ ഒരു വൈദികന് നേരെ ആക്രമണം നടത്തിയിട്ട് കേന്ദ്രമന്ത്രിയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം? നീ ആരാ? ഈ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത്? ഒരു അക്ഷരം മണ്ടിയില്ല. ജബൽപൂരിൽ മാത്രമാണോ? ഓർഗനൈസറിൽ ലേഖനം നമ്മൾ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനേക്കാൾ വലിയ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കത്തോലിക്കക്കാരാണ് എന്ന് ഓർഗനൈസറിൽ എഴുതിയത് നമ്മൾ വായിച്ചില്ലേ? അവസാനം വിവാദമായപ്പോൾ ലേഖനം പിൻവലിച്ചു. ലേഖനം പിൻവലിക്കാൻ സാധിക്കും, പക്ഷേ അവരുടെ മനസ്സിലിപ്പം മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇത് ഓർഗനൈസറിൽ മാത്രമാണോ? വിചാരധാര നമ്മൾ വായിച്ചിട്ടില്ലേ? എന്താ വിചാരധാര പറയുന്നത്? വിചാരധാരയെ 191 മുതൽ 206 വരെയുള്ള പേജുകൾ നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറയുന്നത് ആഭ്യന്തര ശത്രുക്കൾ. ആരാ വിചാരധാര എഴുതിയത്? MS ഗോൾവാൾക്കർ. ആരാണ്? RSSന്റെ രണ്ടാമത്തെ എന്നാ ഗോൾവാൾക്കർ പറയുന്നത്? ഇന്ത്യയിൽ വൈദേശിക ശത്രുക്കളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് ആന്തരിക ശത്രുക്കളെയാണ്. ആരാണ് ആന്തരിക ശത്രുക്കൾ? ആന്തരിക ശത്രുക്കൾ ഒന്നാമത്തവർ മുസ്ലിങ്ങൾ, രണ്ടാമത്തവർ ക്രൈസ്തവർ. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി വിചാരധാര എഴുതി വെച്ച പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവരാണ് ഗോൾവാൾക്കറിന്റെ പിൻഗാമികൾ. ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ച RSSകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഗോൾവാൾക്കർ പിൻവലിക്കോ? നിങ്ങൾ ഗോൾവാൾക്കറിന്റെ വിചാരധാര പിൻവലിക്കോ? ഗോൾവാൾക്കർ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാകോ? ചിലർ ചോദിക്കും, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പിന്നാലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകളെ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയാത്തത്? കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് രാജ്യത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് നവമുതലാളിത്തം കൊണ്ടു നടക്കുന്ന, കമ്മ്യൂണിസത്തിന്റെ പേര് മാത്രം കൊണ്ട് നടക്കുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നവർ. ഇനി ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഹൈന്ദവർ ഏതാണ്ട് 1/2 നൂറ്റാണ്ടിലധികക്കാലം ഈ രാജ്യത്തെ സംഘപരിവാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയവർ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായമാണ്. അവരോട് നമുക്ക് നന്ദിയോടെ അല്ലാതെ അവരെ കാണാൻ സാധിക്കും. BJP രാജ്യം ഇപ്പോഴും ഭരിക്കുമ്പോ, 10 കൊല്ലത്തിലധികം കാലം ഈ രാജ്യം ഇപ്പോഴും ഭരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50% ഹൈന്ദവരുടെ വോട്ട് നേടാൻ ഈ രാജ്യം ഭരിക്കുന്ന BJPക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമാണോ? കാര്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ തെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ? ബാബരി പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു പാർലമെന്റ് മണ്ഡലം എവിടെയാണെന്നറിയുന്നത്? ഫൈസാബാദ്. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിനാണ് ജയിച്ചത്? 3 ലക്ഷം വോട്ടിന്. ആ ഫൈസാബാദിലും ബാബരി പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയ, നരേന്ദ്രമോദി ശിലാന്യാസം നടത്തിയ ആ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദിൽ 3 ലക്ഷം വോട്ടുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തിയത് ആ നാട്ടിലെ ജനങ്ങൾ. തെളിച്ചം കൂടുതൽ കാണുന്നില്ലേ? രാജസ്ഥാനിലെ ബൻസ്വാര നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാ ബൻസ്വാര? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വന്നിട്ട് പ്രസംഗിക്കുകയാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഹൈന്ദവരുടെ താലിമാല അടക്കം പൊട്ടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രസംഗിച്ചു നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് ജയിച്ചാൽ എന്ന് പ്രസംഗിച്ച രാജസ്ഥാനിലെ ബൻസ്വാര പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞവണ 1.5 ലക്ഷം വോട്ടിനാണ് BJP ജയിച്ചത്. ഇത്തവണ ആ ബൻസാര പാർലമെന്റ് മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത് 4 ലക്ഷം വോട്ടിനാണ്. ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായം BJPയെ തള്ളിക്കളയാൻ തയ്യാറായി. നരേന്ദ്രമോദി
കഴിഞ്ഞ തവണ 5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത് വാരണാസി. ഇത്തവണ എത്ര വോട്ടിനാണ് ജയിച്ചത്? 1.5 ലക്ഷം വോട്ടിന്. എത്ര തവണയാണ് നരേന്ദ്രമോദി പിന്നില്ലെന്ന ഫ്ലാഷ് ന്യൂസ് ഇന്ത്യയുടെ ടെലിവിഷൻ ചാനലിൽ എഴുതി കാണിച്ചത്? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, 2014 ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി ജയിച്ചു കയറുന്നത്. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പായി നരേന്ദ്രമോദി പാർലമെന്റിനെ ഒന്ന് തൊട്ട് വണങ്ങുന്നുണ്ട്. തന്റെ തല കുനിച്ച് പാർലമെന്റിനെ തൊട്ട് വണങ്ങിയിട്ടാണ് നരേന്ദ്രമോദി പാർലമെന്റിനകത്തേക്ക് കയറുന്നത്. അതേപോലെ മറ്റൊരു ദൃശ്യം നമ്മൾ കണ്ടത്, നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് തന്റെ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുമ്പോഴോ ആ ഗാന്ധിജിയെ നോക്കി ആദ്യം നാഥുറാം വിനായക് ഗോഡ്സെ ചെയ്തതും അതുപോലെ തന്നെയാണ്. തന്റെ തലയൊന്ന് കുനിച്ച് ഗാന്ധിജിയെ ഒന്ന് വണങ്ങിയിട്ടാണ് തന്റെ അരയിലുള്ള പിസ്റ്റൾ എടുത്ത് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തത്. ഗാന്ധിയുടെ നെഞ്ചിലേക്കാണ് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തതെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നെഞ്ചിലേക്കാണ് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നിരന്തരമായി വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, തല കുനിച്ചുകൊണ്ട് പാർലമെന്റിനെ വന്ദിച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിന്റെ പടവുകൾ കയറി ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തല കുനിച്ചുകൊണ്ട് അധികാരവും ചെങ്കോലും ഉപേക്ഷിച്ച് പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദിക്ക് വിടവാങ്ങേണ്ടി വരുമെന്നതിന്റെ സൂചനകളാണ് ഈ രാജ്യത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിശക്തമായ പ്രതിഷേധങ്ങളുമായി അതിശക്തമായ സമരങ്ങളുമായി നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കേരളത്തിലെ കേന്ദ്രമന്ത്രി വഖഫ് ബില്ലിനെ കുറിച്ച് പറഞ്ഞത്, വഖഫ് ബില്ല് ഈ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട്, ആ വഖഫ് ആക്ട് ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വഖഫ് ആക്ട് അല്ല ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ പോകുന്നത്. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രമായ RSSന്റെ ഐഡിയോളജി ആയിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക എന്നത് നിങ്ങൾ കാത്തിരുന്നു കാണണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ്. ആ പോരാട്ടത്തിന്റെ നാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്.